2024 Cannes Festival. He is the first Asian to receive the Pierre Angevin Award as well. And this is in fact a proud moment for the Indian film industry as well. Santosh sir, ee chiriyam poya nalloണം chirikam because you are the first Asian to receive this award. Ellarum nalloru ready kodukam ellarum protsahanaava. And now I request Santosh sir to please come on stage. And അതിന്റെ കൂടെ തന്നെ നമുക്ക് ജയരാജ് സർ, മഹേഷ് നാരായൺ സർ, രവി ശർമ്മ, അശ്വതി വി നായർ and our line producer and also director of News Valley Productions, Sudhir Ambalappad. ഇവരെല്ലാം ഞാൻ വേദിയിൽ ഇതിനോടൊപ്പം സ്വാഗതം ക്ഷണിക്കുന്നു. Jayaraj sir, Mahesh sir, Ravi sir, Ashwini V. Nair and our line producer Sudhir Ambalappad. എല്ലാവരും വേദിയിൽ കുറച്ചുകൂടി നമുക്ക് സെന്ററിലേക്ക് നീങ്ങാം. Can you please push to the center? Okay, so ഇവരെല്ലാവരും ചേർന്ന് ഇവരെന്ന് പറയുമ്പോൾ ജയരാജ് സർ, മഹേഷ് സർ, രവി സർ, അശ്വതി ആൻഡ് സുധീർ അമ്പലപ്പാട് ഇവരെല്ലാവരും ചേർന്ന് നമ്മുടെ സന്തോഷ് സാറിന് ഒരു മെമന്റോ നൽകി പൊന്നാടി അണിയിച്ച് ആദരിക്കുകയാണ്. സോ യെസ്, യു ക്യാൻ ജോയിൻലി ഡു ദാറ്റ്. Thank you very much for this fantastic occasion. Actually, I am very happy because എനിക്ക് ആദ്യമേ എംഡിജേനെ പരിചയപ്പെട്ടത് പെരുന്തച്ചൻ. അത് കഴിഞ്ഞിട്ട് ഈ ഫിലിം ഓഫ് കോഴ്സ് മലയാള സിനിമയിലുള്ള എല്ലാ ടാലന്റും most interesting talent has got together to pay a really good tribute to him. And thanks Zee for making sure it is publicized well and promoted well. So a big thanks to all of you. And to Sarikam, of course, for seeing the essence of it. Thank you. Thank you to all the directors and the actors and everyone. I like a pay on the mother going into Lasa, brother, and Chuti. Thank you. Jayaraj sir, Good morning, പ്രിയപ്പെട്ടവരെ. സന്തോഷം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്. 30 വർഷം ഞാൻ കാത്തിരുന്ന വാസുവിൻ്റെ ഒരു സ്ക്രിപ്റ്റ് സിനിമയാണ്. വൈശാഖിക്ക് ഭരതനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്ലാനിലാണ് ഒരു വാസുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം, രണ്ടാമൂഴം തുടങ്ങുന്നത് എങ്ങനെയാണ്? കടലിന് കറുത്ത നിറമായിരുന്നു. ഒരു കൊട്ടാരവും മഹാനഗരവും വിഴിഞ്ഞു കഴിഞ്ഞിട്ടും വിശപ്പടക്കാൻ കഴിയാത്തതുപോലെ തിരകൾ തീരത്ത് തലതല്ലിട്ട് തലടി. കൊട്ടാരത്തിന്റെ ജയമണ്ഡപത്തിന് മുകളിലാവണം ജലം നിശ്ചലമായിരുന്നു. കാലം വിശ്രമിക്കുന്ന കളിക്കളം പോലെ. ഇന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഋതം, ഒരു താളത്തിൽ ഇങ്ങനെ ഒഴുകിക്കിടക്കുകയാണ്. വൈശാലിയുടെ കുറെ ഡയലോഗ്സ് നീ ബൈഹാട്ടാണ്. രാജപുരോഹിതനോട് വരാൻ പറയും. അങ്കേശ്വര മംഗളം, രാജ്യത്തിനും രാജ്യവാസികൾക്കും കുശലമല്ലേ ഞാൻ ചോദിക്കുന്നില്ല. വരണ്ട ഈ ഭൂമിയുടെ ദൃഢനിശ്വാസം ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടായില്ല അന്ന് ചമ്പാപുരിയിലേക്ക് മടങ്ങി വരണം.
ഒരു മാടപ്രാവിനെ പരുന്നിൽ നിന്ന് രക്ഷിക്കാൻ സ്വന്തം മാംസം വറുത്തെടുത്ത് തുലാസിലിട്ട് സിബിയുടെ പാരമ്പര്യമുള്ളതാണ് അത്ര ഈ രാജവംശം. ഇപ്പോൾ വജ്രായുധത്തെക്കാൾ ശക്തി കാമജലം പുരണ്ട കരുനീല കണ്ണുകൾ കാണുന്ന ഇന്ദ്രൻ കൂടി വിശ്വസിച്ചില്ല. ഇങ്ങനെ ഓരോ താളത്തിലുള്ള ഡയലോഗുകൾ വാസുവേട്ടന്റെ സിനിമകളിൽ മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വാസുവേട്ടന്റെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാത്തിരുന്നു. ഇന്ന് ഈ മുഹൂർത്തത്തിലാണ് അത് പൂർണ്ണമായത്. പടം ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്നറിയുമ്പോൾ വളരെ സന്തോഷമാണ്. അശ്വതി ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ഒരുപാട് ത്യാഗം അനുഭവിച്ചു. കാരണം കോവിഡ് കാലത്താണ് ചിത്രീകരണം തുടങ്ങിയതും പിന്നീടുണ്ടായ ഓരോ ഓബ്സ്റ്റക്കിൾസും അതിജീവിച്ച് ഇന്ന് ഒരുപക്ഷെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും നല്ല ചിത്രങ്ങളിൽ ഒന്നായിരിക്കും, ഒന്നല്ല 9 ചിത്രങ്ങളുടെ ഒരു സമാഹാരമായിരിക്കും. മലയാളികൾ അഹങ്കാരത്തോടുകൂടി എന്നും ഒരു നിത്യഹരിത എഴുത്തുകാരനെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രായമില്ല, കാരണം എല്ലാ പ്രായത്തിലുമുള്ള എല്ലാ കാലങ്ങളിലുമുള്ള പുതിയ തലമുറയുടെ മനസ്സും പ്രണയവും ദുഃഖവും തീവ്രതയും മുഴുവൻ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഇന്നും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ അതുപോലെ തന്നെ ജീവിച്ചിരിക്കും. ഈ നിമിഷം ഞാൻ തിരഞ്ഞെടുത്ത കഥ സ്വർഗം തുറക്കുന്ന സമയം. അത് നിർഭാഗ്യവശാൽ നെടുമുടി വേണിച്ചേട്ടന്റെ അവസാന ചിത്രമായിരുന്നു എന്ന് അദ്ദേഹത്തെ ഞാൻ സ്മരിക്കുന്നു. വളരെ മനോഹരമായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തു എന്ന് പറയേണ്ടതില്ല, കാരണം ആ സിനിമ കാണുമ്പോൾ തീർച്ചയായും അറിയാം. അവസാന ഷോട്ടിൽ അദ്ദേഹത്തിന്റെ കണ്ണിലെ ഒരു തിളക്കം മതി ആ സിനിമയെ എത്രമാത്രം പെർഫോം ചെയ്തു എന്ന് പറയുന്നു. ഈ മുഹൂർത്തം എനിക്ക് ധന്യമാണ്. തീർച്ചയായും സരിഗമയ്ക്കും അതുപോലെ തന്നെ ന്യൂസ് വാല്യൂവിനും C5-നും ആശംസകൾ. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.